റിപ്പോർട്ടർ ടി വിയിലെ ചേച്ചി വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ കഥ പറയുന്നുണ്ട്, കേൾക്കാം. രാഹുൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാഹുലിൻ്റെ വേഷം മഹാമോശം, എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ എനിക്കെന്താണ് അവകാശം? എനിക്കൊരു അവകാശമില്ല. അയാളുടെ ഇഷ്ടത്തിന് വരുന്നു അല്ലേ? ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ ഹണി റോസിൻ്റെ ഒപ്പം തന്നെയാണ് വേഷവിമർശനം ഒരു അവകാശമല്ല, അത് എല്ലാവരുടെയും സ്വയം അവകാശമാണ്. എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം, എവിടെ പോകണം. ചേച്ചി പറയുന്നത് വേഷവിമർശനം എന്നുള്ളത് ഒരാൾക്കും അവകാശമില്ലാത്ത കാര്യമാണ് എന്നാണ്. ഒരു വ്യക്തി തനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, ധരിക്കാതിരിക്കുന്നു. അതിനെ കളിയാക്കാനോ അതിനെ മോശമാക്കാനോ അതിനെ വിമർശിക്കാനോ ഒരാൾക്കും അവകാശമില്ല. വലിയ ജനാധിപത്യത്തിൻ്റെ വാക്കുകളാണ് നമ്മോട് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നതിൽ പോലും അവർക്ക് കുഴപ്പമില്ല. സ്ത്രീകൾ സജീവമായി നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകൾ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വസ്ത്രധാരണം, അതിൽ പർദ്ദയിട്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകൾ വരിക. അവിടെയാണ് ആ തരത്തിൽ പുരോഗമനം പുറകോട്ടായോ നമുക്ക് സംശയിക്കാൻ തോന്നുന്നു. അതെന്താ ചേച്ചി, നിയമം മാറിയോ? നിങ്ങളല്ലേ പറഞ്ഞത് ഒരു വ്യക്തി എന്ത് ധരിക്കണം ധരിക്കണ്ട എന്നുള്ളത് അവരുടെ അവകാശമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. മറ്റൊരാൾക്ക് അതിനെ കളിയാക്കാനോ പരിഹസിക്കാനോ അവകാശമില്ല എന്ന് പറഞ്ഞ നിങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ ഫർദയുടെ വിഷയത്തിൽ അത് പുരോഗമനത്തിൽ നിന്ന് പിന്നിൽ, ഫർദ ഇട്ട പുരോഗമനത്തിൽ നിന്ന് പിന്നോട്ട് പോയി, അവർ 6-ാം നൂറ്റാണ്ടിലേക്ക് തട്ടിത്തെറിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. ഇതൊരു ഇരട്ടത്താപ്പല്ലേ ചേച്ചി? നിങ്ങളെപ്പോലത്തെ പുരോഗമനവാദികളുടെ സ്ത്രീ വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ മാനദണ്ഡം എന്താ? ഒരു സ്ത്രീ തൻ്റെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം വസ്ത്രം അഴിക്കുന്നുവോ അവിടെ അവൾ പുരോഗതി പ്രാപിച്ചു, അത് അവളുടെ വസ്ത്ര സ്വാതന്ത്ര്യവുമാണ്. എന്നാൽ ഒരു സ്ത്രീ തൻ്റെ ശരീരം എത്രത്തോളം കവർ ചെയ്യുന്നുവോ അവൾ അവിടെ അധോഗതിയിലായി, അവൾക്ക് അവിടെ വസ്ത്ര സ്വാതന്ത്ര്യവുമില്ല. ആരാണ് ഈ മാനദണ്ഡം നിശ്ചയിച്ചത്? എന്നാൽ ഒരു സ്ത്രീക്ക് ഒന്നും ധരിക്കാതിരിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല, എന്തെങ്കിലും ഒന്ന് ധരിക്കണം. കഴിഞ്ഞ ദിവസം റെഡ് കാർപ്പറ്റിൽ വന്ന മോഡലിനെ പുറത്താക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ ഒന്നും ധരിക്കാതെയാണ് വന്നത്. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം ലിബറൽ മാമമാർ കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തും ധരിക്കാൻ അവകാശം കൊടുക്കുന്ന, സ്വാതന്ത്ര്യം കൊടുക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും ധരിക്കാതെ വരാൻ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത്? അത് അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ലേ? അത് കൊടുക്കാതിരിക്കാനുള്ളതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് തെറ്റാകുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇങ്ങനെ പല ചോദ്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുന്ന മാനദണ്ഡം, ഒരു സ്ത്രീ തൻ്റെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം വസ്ത്രം അഴിക്കുന്നുവോ അത് അവളുടെ പുരോഗതിയാണ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ മാനദണ്ഡമാണ്. മുതലാളിത്തത്തിന് സ്ത്രീയെ കച്ചവടം ചെയ്യണമായിരുന്നു. അതിന് മാറ് മറക്കാൻ വേണ്ടി സമരം ചെയ്ത സ്ത്രീയുടെ മാറ് തുറപ്പിക്കണമായിരുന്നു. അത് പുരോഗമനമാക്കണമായിരുന്നു. അതിലവർ വിജയിച്ചു. തൽക്കാലം ആ മാനദണ്ഡം പിൻപറ്റാൻ മുസ്ലിം സ്ത്രീകൾക്ക് സൗകര്യമില്ല.